10, 13, 16 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണി നോക്കൂ. ഇവിടെ ഓരോ പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് നോക്കാം. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ എന്ത് കിട്ടും? 3 അല്ലേ? മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാലോ? അതും 3 തന്നെയല്ലേ കിട്ടുന്നത്? ഈ സമാന്തര ശ്രേണിയിലെ നാലാം പദം എന്തായിരിക്കും? നാലാം പദം 19 ആണല്ലോ. അതിൽ നിന്ന് മൂന്നാം പദം കുറച്ചാലോ? അപ്പോഴും കിട്ടുന്നത് 3 തന്നെയല്ലേ? അതായത് ഒരു സമാന്തര ശ്രേണിയിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടടുത്ത പദത്തിലെത്താൻ കൂട്ടേണ്ടത് ഒരേ സംഖ്യയാണ്. ആദ്യ പദമായ 10നോട് 3 കൂട്ടിയപ്പോൾ രണ്ടാം പദമായ 13 കിട്ടി. അതിനോട് വീണ്ടും 3 കൂട്ടിയപ്പോൾ മൂന്നാം പദമായ 16 കിട്ടി. ഇതുപോലെ വീണ്ടും വീണ്ടും 3 കൂട്ടിയാൽ ഈ സമാന്തര ശ്രേണിയിലെ മറ്റു പദങ്ങളും ലഭിക്കുമല്ലോ. മറ്റൊരു തരത്തിലും ഇത് പറയാം. സമാന്തര ശ്രേണിയിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കിട്ടാൻ കുറയ്ക്കേണ്ടത് ഒരേ സംഖ്യയാണ്. മൂന്നാം പദമായ 16ൽ നിന്ന് 3 കുറച്ചാൽ രണ്ടാം പദമായ 13 കിട്ടും. അതിൽ നിന്നും വീണ്ടും 3 കുറച്ചാൽ ഒന്നാം പദമായ 10 കിട്ടും. ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയിലെ ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന സംഖ്യയെ അതിന്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാം കണ്ട 10, 13, 16 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്തായിരിക്കും? 3 അല്ലേ? ഇനി 10, 7, 4 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണി നോക്കൂ. ഇതിന്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? പൊതുവ്യത്യാസം കാണാൻ രണ്ടാം പദമായ 7ൽ നിന്ന് ഒന്നാം പദമായ 10 കുറച്ച് നോക്കാം. 7ൽ നിന്ന് 10 കുറച്ചാൽ കിട്ടുന്നത് -3 ആണല്ലോ. അതിനാൽ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം -3 ആണ്. ഇനി മൂന്നാം പദമായ 4ൽ നിന്ന് രണ്ടാം പദമായ 7 കുറച്ച് നോക്കാം. 4ൽ നിന്ന് 7 കുറച്ചാൽ കിട്ടുന്നതും പൊതുവ്യത്യാസമായ -3 തന്നെയാണല്ലോ. പലപ്പോഴും ഒരു ശ്രേണി സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുന്നത് ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്നത് ഒരേ സംഖ്യയാണോ എന്ന് നോക്കിയിട്ടാണ്.